നമ്മൾ ഇന്നർ സെൽഫിനെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത് ആദ്യം. ദൈവം അതാണ് പറയണത്. അല്ലാണ്ട് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് 24 മണിക്കൂർ നമ്മൾ ദൈവത്തിൻ്റെയൊക്കെ ദൈവം എന്റെ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രശ്നത്തിന്റെ ഒറിജിനൽ എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്, എവിടെയാണ് ഇത് അവസാനിക്കുന്നതെന്ന് ഉള്ളത് കണ്ടുപിടിക്കാണ്ട് നമ്മൾ ദൈവത്തിനെ തന്നെ വിളിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. സോ വി ഷുഡ് ഫൈൻഡ് ദ റൂട്ട്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണോ? ഇല്ല, പക്ഷെ എനിക്ക് പക്ഷെ എന്തോ ഇതിനെപ്പറ്റി നല്ലപോലെ പറയാൻ പറ്റുന്നു. അതാണ് ചേട്ടൻ ആത്മീയതയുടെ പാതയിലേക്ക് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ടോ? ഇല്ലല്ലേ? ദൈവത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അത് എനിക്കുണ്ട് കേട്ടോ. ദൈവത്തിൽ വിശ്വാസം. പക്ഷെ എന്നാലും ഞാൻ പറയാം, ദൈവത്തിൽ ഇത്രയും വിശ്വസിക്കുന്ന ആളായിട്ടും ജീവിതത്തിൽ 1-2 ഘട്ടത്തിൽ ഞാൻ എന്നോടും എൻ്റെ അമ്മയോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം ശരിക്കും ഉണ്ടോ? ഡെഫിനറ്റ്ലി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചോദിച്ചു കാണില്ലായിരിക്കും, പക്ഷെ നമ്മൾ മനസ്സിലും വിചാരിച്ചു കാണും, നമ്മൾ ഇത്രയും കടന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല, എന്നിട്ടും എനിക്കിതാണല്ലോ കിട്ടുന്നത്. ഞാൻ എത്ര ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടിയിട്ട്, പക്ഷെ നടക്കുന്നില്ലല്ലോ. ഒന്ന് നമ്മള് ദേഷ്യം വരുമ്പോൾ നമ്മള് ദൈവത്തിനോട് ദേഷ്യം തോന്നാറുണ്ടോ? കുറെ കാശും ചെലവാക്കുന്നുണ്ട്. വഴിപാടായിട്ട് എന്റെ അമ്മയും വൈഫൊക്കെ അത്യാവശ്യം വഴിപാടുകൾ നടത്തുന്ന ആൾക്കാരാണ്. നടത്താറുണ്ട്.